ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ? അനുപെട്ട ഒരു പാവ. ഇതൊന്നും താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിനില്ല. അതെനിക്കും അറിയാം. സാർ തന്നെ ഇതിനൊരു വഴി പറഞ്ഞു തന്നേ പറ്റൂ. സാർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ മുടക്കാം. ആ മധുവിന് കോമ്പൻസേഷനായി എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. കോമ്പൻസേഷനായിട്ട് പണം കൊടുത്ത് ഒതുക്കാനൊന്നും പറ്റില്ല. അവന്റെ പെങ്ങളെ വണ്ടി ഇടിച്ചു കൊന്നവരത്തിന്റെ കയ്യിൽ നിന്ന് അവൻ കോമ്പൻസേഷൻ വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അവൻ. ചോര കണ്ടേ ഇനി അവൻ അടങ്ങും. സർ, അനുപെണ്ണെന്റെ സഹോദരനാ. ചെങ്കൽ മധുവിന് സ്വന്തം സഹോദരിയോടുള്ള അതേ സ്നേഹം തന്നെയാ എനിക്ക് എന്റെ സഹോദരനോടുള്ളത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനുപെണ്ണ അയാളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഏതറ്റം വരെയും പോവും. സാർ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ലേ സാറ്, അല്ലാതെ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറയാം. വഴിയിൽ വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നോ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ അച്ഛനെ തല്ലിയതിന്റെ പേരിലോ ചെങ്കൽ മധുവിനെതിരെ നിങ്ങൾ ഇപ്പോൾ ഒരു കേസും കൊടുക്കാൻ പാടില്ല. പകരം ഒരു കോംപ്രമൈസ് ടോക്കിലൂടെ ചെങ്കൽ മധുവിനെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കണം. അതെങ്ങനെ? ഈ കേസിൽ അനൂപ് നിരപരാധിയാണെന്ന് ചെങ്കൽ മധുവിന് ബോധ്യം വരണം. അത് കൃത്യമായി തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവന്റെ കയ്യിലെത്തണം. ചെങ്കൽ മധു അത് കാണണം. പക്ഷെ അതിനൊന്നും അധികം സമയമില്ല. കൂടി വന്നാൽ 1-2 ദിവസം കൂടി എനിക്ക് അനൂപിനെ ലോക്കപ്പിൽ സൂക്ഷിക്കാൻ കഴിയും. ജഡ്ജി ഇപ്പോ അവധിയില്ല. നാളെ കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം തിരിച്ചെത്തൂ. അതുവരെ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. മധുവുമായി ഒരു ഓപ്പൺ ഫൈറ്റ് തൽക്കാലം പാടില്ല. ഞങ്ങള് ഈ ചെങ്കൽ മധുവിനെ നേരിട്ട് പോയി കണ്ടാലോ? താൻ എന്തൊക്കെയായി പറയുന്നേ? ഇനി അവനെ നമ്മൾ പോയി കാണാനോ? അതൊന്നും നടക്കില്ല. നടക്കും. സച്ചേട്ടൻ വരണ്ട. അർച്ചന, ചെങ്കൽ മധുവിനെ ഞാൻ പോയി കണ്ടോളാം. അനുപെണ്ണിന് വേണ്ടി ഞാൻ സംസാരിക്കാം. അർച്ചന പ്ലീസ്. കൊള്ളാം. അർച്ചനയുടെ ഈ ധൈര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതേ ധൈര്യം അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും ഉണ്ടായിരിക്കണം. അവന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ കഴിയണം. കഴിയും സർ. എന്റെ സഹോദരന് വേണ്ടി ഞാൻ എവിടെയും പോവും, ആരോടും സംസാരിക്കും. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിന്ന് പിന്മാറില്ല. അത്രയ്ക്ക് വലുതാ എനിക്ക് എന്റെ ഏട്ടൻ. സാർ ഒരു വഴി പറഞ്ഞു തന്നാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അവന്റെ പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അവനും അവന്റെ ആളുകളും അവിടെ തന്നെയുണ്ട്. ഇനി ചടങ്ങുകൾ കഴിയുന്നതുവരെ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ അയാളെ പോയി കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അവനെ തനിച്ചു പോയി കാണാനും പറ്റില്ല. അവനതിന് സമ്മതിക്കില്ല. അതിനൊരു മീഡിയേറ്റർ വേണം. ആരാണ് സാർ ഇപ്പൊ അങ്ങനെ ഒരാള്? അതിനു പറ്റിയ ഒരാളുണ്ട്. അഡ്വക്കേറ്റ് റാണി ചന്ദ്ര. ആദ്യം അവരെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ചെങ്കൽ മധുവിന്റെ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റാണ് റാണി ചന്ദ്ര. അവർ വിചാരിച്ചാൽ മധുവുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടും. പോവാം സർ, ഞങ്ങൾ അവരെ പോയി കാണാം. ഓക്കെ.